17-20 വായിച്ചേ. യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. മനസ്സിലാവുണ്ടോ? നമ്മളുടെ പ്രാർത്ഥന ഏത് രീതിയിലേക്ക് വരണം? ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. എന്തർത്ഥത്തിൽ പറയണം? എന്ത് ബോധ്യത്തിൽ പറയണം? ഈ വിശ്വാസത്തിൽ പറയണം. പറഞ്ഞാൽ അത് മാറും. കാമറൂണിൽ നടന്നൊരു സംഭവം. ഒരമ്മച്ചിയുടെ വീട് മലയുടെ താഴ്വാരത്തിലാണ്. അപ്പോൾ ഈ മല ഇടിഞ്ഞൊക്കെ ഇങ്ങനെ പൊടി വന്ന് വീഴുന്നു. അപ്പച്ചൻ ഇതൊക്കെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. അങ്ങനെ ഇരിക്കുക, അപ്പച്ചൻ മരിച്ചു. അമ്മച്ചിയുടെ വീടിന് ചുറ്റും മല മുകളിൽ നിന്ന് വീഴണ മണ്ണും കല്ലും ഒക്കെ ഇങ്ങനെ നിറയണം. അമ്മച്ചി പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്കിതൊന്നും മാറ്റാൻ കഴിവില്ല. എനിക്കെൻ്റെ വീടും മാറ്റാൻ പറ്റില്ല. എന്നാൽ നീ പറഞ്ഞിട്ടുണ്ടല്ലോ, മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള മല എനിക്ക് മാറ്റിത്തരണം. ഇത് കേട്ടപ്പോൾ പള്ളിക്കാരൊക്കെ വിചാരിച്ച് അപ്പച്ചൻ മരിച്ച കാരണം അമ്മച്ചിക്ക് ബുദ്ധിഭ്രമം ഉണ്ടായോ? അമ്മച്ചി പറയണതിൻ്റെ കാര്യം ഇതാണ്: എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്തില്ല, എനിക്ക് വീട് മാറ്റാൻ പറ്റില്ല. എന്നാൽ നീ പറഞ്ഞിട്ടുള്ളതാണ് മല മാറ്റാമെന്ന്. എന്തിനു പറയുന്നു? ആ പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയിൽ ഒരു തടാകം, ഒരു ലേക്ക് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ബാക്ക് ഫില്ല് ചെയ്ത് ഒരു ഗാർഡൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പക്ഷെ അങ്ങനെ ഒരു ഗാർഡൻ ഉണ്ടാക്കാനായിട്ട്, ഒരു പൂന്തോട്ടമാക്കാനായിട്ട് അവിടെ ബാക്ക് ഫില്ല് ചെയ്യാൻ നല്ല ക്വാളിറ്റി മണ്ണ് എവിടെ കിട്ടും എന്ന് അന്വേഷിക്കാൻ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് നിയോഗിച്ചു. അവരവിടെ ഇവിടെ എല്ലാം കുത്തി നോക്കിയിട്ട് പറഞ്ഞു, ഈ മണ്ണ് ഈ മലയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മല വെട്ടി അവിടെ ഫില്ല് ചെയ്യാൻ. എന്തിനു പറയുന്നു? 1 മാസത്തിനകത്ത് വലിയ ട്രിപ്പറും ലോറിയും ഷാവലും എല്ലാം വന്ന് മല കംപ്ലീറ്റ് വെട്ടി മാറ്റി. പ്രൈസ് ദ ലോർഡ്. നടന്ന സംഭവമാണിത്. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആ അമ്മച്ചിയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇപ്പം എവിടേക്കാണ് നമ്മൾ പോയേ? എൻ്റെ ദൈവമേ, നമ്മളെവിടെ പോയി? അത്തിമരം. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ അത്തിമരത്തിനോട് ഉണങ്ങാൻ പറഞ്ഞെന്ന് മാത്രമല്ല, അപ്പൊ ഇതെല്ലാം ഈ പുതിയ നിയമത്തിൻ്റെ പ്രാവർത്തികതയാണ് പറയുന്നത്. അത്തിമരം ഉണങ്ങണം എന്ന് പറഞ്ഞാൽ അത്തിമരം പാടെ ഉണങ്ങിയാൽ മാത്രമേ പുതിയ നിയമം ഇവിടെ പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. എന്താണ് അത്തിമരം? അത്തിമരം പഴയ നിയമത്തിൻ്റെ പ്രതീകമാണ്. പഴയ നിയമത്തിൻ്റെ പ്രതീകമാണ്. അതാണ് ദേവാലയ ശുദ്ധീകരണം. എന്താ ദേവാലയ ശുദ്ധീകരണം? അവിടെ അവർ പഴയ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. ദേവാലയമുണ്ട്, എന്നാൽ ഈ ദേവാലയം ഒന്നും ആ ദൈവത്തിൻ്റെ ആലയമാണെന്നോ ആ ദൈവത്തിനെ ആരാധിക്കുന്നതിനോ ഒന്നുമല്ല. അവിടെ ക്രയവിക്രയങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ തെറ്റില്ല, പിടികിട്ടി. നഥാനിയേലിനോട് പറഞ്ഞു, അവൻ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത്, അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്ന് അവൻ പഴയ നിയമം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പഴയ നിയമത്തിൽ തന്നെ വരാനിരിക്കുന്ന പുതിയ നിയമത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അവന് മനസ്സിലായി. ഫിലിപ്പോസ് പറഞ്ഞെന്താ? മൂശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അവനെ ഞാൻ കണ്ടോ. പഴയ നിയമത്തിൽ ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പഴയ നിയമം മുഴുവനും വരാനിരിക്കുന്ന യേശുവിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ്
രഹസ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ട്രാക്കിൽ വീണ്ടും വന്നു. അപ്പൊ 1-ാം അധ്യായത്തിൽ പുതിയ സൃഷ്ടിയാവുന്നതാണ് ആദ്യത്തെ വചനങ്ങൾ ഇല്ലേ? അവനിൽ വിശ്വസിച്ചവരും അവനെ സ്വീകരിച്ചവരും ദൈവമക്കളാണ്. ആ അവസ്ഥയാണ് 1-ാം അധ്യായം യോഹന്നാന്റെ അവസാന ഭാഗത്ത് 5 അപ്പസ്തോലന്മാര് പുതിയ സൃഷ്ടിയായോ? ആയോ? ഒന്ന് കൈവീശി കാണിച്ച്. ആയോ? ആയി. 2-ാം അധ്യായത്തിൽ ഈ അടയാളം വെള്ളം വീഞ്ഞാവും. അപ്പൊ 1-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ വെള്ളം വീഞ്ഞാകൽ ആൾറെഡി യോഹന്നാനും അന്ത്രയോസ്, പത്രോസ്, ഫിലിപ്പോസ്, നഥാനിയേൽ വെള്ളം വീഞ്ഞായോ? വീഞ്ഞായി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രതീകമാണ് 2-ാം അധ്യായത്തിൽ കാണുന്നത്. 3-ാം അധ്യായത്തിൽ എന്താ? 3-ാം അധ്യായത്തിൽ ഇത് തന്നെയാണ്. 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നിക്കോദേമോസ് വന്നിട്ട് പറയുകയാണ്, ദൈവം കൂടെ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അത്ഭുതം ആരും ചെയ്യില്ല. ഇതുപോലെയുള്ള അടയാളം ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏത് അടയാളത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ? കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായ അടയാളമാണ്. അപ്പൊ ഒരുപക്ഷെ നിക്കോദേമോസും ആ വിവാഹ വിരുന്നിൽ ഉണ്ടായിരുന്നിരിക്കാം. സ്ഥലത്തെ പ്രധാനിയും ഇസ്രായേലിന്റെ ശ്രേഷ്ഠനും വലിയ പണ്ഡിതനും നിയമത്തിന്റെ വലിയ അവിടുത്തെ ലോ കോളേജിന്റെ അവിടുത്തെ ഏറ്റവും വലിയ പ്രബോധകനാണ്, ശാസ്ത്രിയാണ്, നിയമജ്ഞനാണ്, റബ്ബായാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു പ്രബോധകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യു ആർ എ ടീച്ചർ ഹു ഹാസ് കം ഫ്രം ഗാഡ്. അതൊക്കെ വലിയ കാര്യമാണത്. അയാൾക്ക് മാത്രം ഇത് മനസ്സിലായുള്ളൂ. കാരണം പുള്ളി ടീച്ചിങ്ങിൽ അഗ്രഗണ്യനാണ്. ഏത് ടീച്ചിങ്? ഈ പഴയ നിയമം. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി, ഇദ്ദേഹം ഈ പറയണ കാര്യങ്ങൾ ഒരു മാനുഷിക അർത്ഥത്തിലല്ലല്ലോ, ഇത് ദൈവത്തിൽ നിന്ന് നേരെ വരുന്ന പോലെയാ. യു ആർ എ ടീച്ചർ ഹു ഹാസ് കം ഫ്രം ഗാഡ്. ഞാനിത് ഇംഗ്ലീഷിലാണ് അത് മനസ്സിലാകാൻ എളുപ്പം. മലയാളത്തിൽ അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് ഗുരു സങ്കല്പം ഇന്നത്തെ കാലത്ത് പണ്ടത്തെ മാതിരിയില്ല. പണ്ട് ഗുരു എന്ന് പറഞ്ഞാൽ ആ ദൈവതുല്യനായ ഒരു വ്യക്തി എന്നർത്ഥം, പ്രബോധകൻ എന്നർത്ഥം. യു ആർ എ ടീച്ചർ ഹു ഹാസ് കം ഫ്രം ഗാഡ്. നീ ദൈവത്തിൽ നിന്ന് വന്ന ഒരു പ്രബോധകനാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇയാൾ രാത്രി മറ്റുള്ളവരൊന്നും കാണാണ്ട് വന്നിരിക്കുകയാണ്. ഈശോ എന്ത് പറഞ്ഞു? ഈശോ പറഞ്ഞു, ഇസ്രായേലിലെ ഗുരുവാണ് ഇദ്ദേഹം. സകല പ്രബോധനങ്ങൾ അറിയാവുന്ന ആളാണ്. നിയമമെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവൻ തന്നെ ആയിരിക്കണം, ഇല്ലേ? നിയമം പാലിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നീതിമാനാണ്. പക്ഷേ ഈശോ പറഞ്ഞു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അതായത് ഈ വെള്ളം വീഞ്ഞായ പോലെ നിന്നിൽ ഒരു രൂപാന്തരീകരണം ഉണ്ടായി നീ ഒരു പുതിയ സൃഷ്ടിയായാൽ മാത്രമേ ദൈവരാജ്യത്തിലാകുകയുള്ളൂ. നിക്കോദേമോസിന് മനസ്സിലായില്ല. നിക്കോദേമോസിന് ഒട്ടും മനസ്സിലായില്ല. എന്തുകൊണ്ട് മനസ്സിലായില്ല? നിക്കോദേമോസിന്റെ ഉള്ളിൽ മുഴുവനും ഈ അത്തിമരമാണ്, നിയമമാണ്, ചട്ടമാണ്, അത് പാലിക്കുന്നതിലാണ് കാര്യം. ഉടനെ നിക്കോദേമോസ്, അതെങ്ങനെയാ പ്രായമായ ആള് പുതിയതാകണ അമ്മയുടെ ഗർഭത്തിൽ കയറണം? അങ്ങനെ കുറേ വാഗ്വാദങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അവിടെ നടന്നു. അത് വളരെ വലിയ കാര്യമാണ് അവിടെ പറഞ്ഞത്. വീണ്ടും ഈശോ പറഞ്ഞു, ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിക്കണം. മനസ്സിലായില്ല. അവസാനം ചെന്നെത്തിയത് മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അത് നോക്കിയവരെല്ലാവരും പുതിയ സൃഷ്ടിയായോ? ഈ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ നോക്കിയവർ പുതിയ സൃഷ്ടിയായോ? അവരിലുണ്ടായിരുന്ന വിഷം മാറിയോ? എന്ന പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. അപ്പോഴേ ഇതാവുള്ളൂ.
എന്തിനെ കുറിച്ചാണ് അത് പറയുന്നത്? ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച്. ഈശോ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ അവന് നോക്കിയവർ, അവനെ വിശ്വസിച്ചവരെല്ലാം. ഇതൊന്നും നിക്കോദേമോസിന് മനസ്സിലായോ? ഇന്ന് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ 3-ാം അധ്യായം മുഴുവനും പറയണത് വെള്ളം വീഞ്ഞാവുന്നതിനെ കുറിച്ചല്ലേ, അല്ലേ? 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി എന്ന വെള്ളത്തിന്റെ അടുത്തേക്ക് യേശു വരുന്നു. സമരിയാക്കാരി നേരെ ഓപ്പോസിറ്റാണ് ആരുടെ? നിക്കോദേമോസിന്റെ നേരെ ഓപ്പോസിറ്റാണ് സമരിയാക്കാരി. ഒന്ന് ചിന്തിച്ചോ. നിക്കോദേമോസ് ഒരാണ്, സമരിയാക്കാരി ഒരു പെണ്ണ്. വന്നിരിക്കുന്ന സമയം നിക്കോദേമോസ് രാത്രി, ഇവിടെ നട്ടുച്ചയ്ക്ക്. നിക്കോദേമോസ് നിയമപണ്ഡിതനും നിയമം മുഴുവനും അനുസരിക്കുന്നവനും നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രബോധകനും. എന്നാൽ സമരിയാക്കാരി ഒരു നിയമവും പാലിക്കാത്ത ആൾ. നിയമം പാലിക്കാൻ അവൾ ബാധ്യസ്ഥയുമല്ല, അവൾ യഹൂദയല്ല. കണ്ടോ കോൺട്രാസ്റ്റ്? നിക്കോദേമോസ് യേശുവിന്റെ അടുത്തേക്ക് ചെന്നു, എന്നാൽ സമരിയാക്കാരിയുടെ അടുത്തേക്ക് യേശു സമരിയാക്കാരിയുടെ അടുത്തേക്ക് വന്നു. കണ്ടോ? അങ്ങനെ എല്ലാ തരത്തിലും കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരവസ്ഥ. വല്ല കരുണയുണ്ട് അവൾക്ക്? ഏത് അവസ്ഥയിലും ഒരു മനുഷ്യൻ നട്ടുച്ചയ്ക്ക് വേർത്ത് വരുന്ന ആൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മാനുഷികമായ ഒരു സാധാരണ. പക്ഷെ അവൾ പറയാണ്, ഞാൻ വെള്ളം തരില്ല, നീ ഒരു യഹൂദനാണ്, ഞാൻ സമരിയാക്കാരൻ. സമരിയക്കാരും യഹൂദരും തമ്മിൽ യാതൊരു ബന്ധമില്ല. അത്രയ്ക്ക് ഡൗൺ ടു എർത്ത്, അത്രയ്ക്ക് എന്താ പറയാ, അത്രയ്ക്ക് മനുഷ്യന്റെ പാപത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥയുടെ വികൃതമായ ഒരവസ്ഥയിൽ ആയിരിക്കുന്ന അവളുടെ അടുത്തേക്കാണ് യേശു വന്നിരിക്കുന്നത്. ചുരുക്കി പറയാം, ഏതാനും നിമിഷം കൊണ്ട് അവളാകുന്ന വെള്ളം വീഞ്ഞായി മാറിയോ? അവൾ വീഞ്ഞായി മാറിയോ? കണ്ടോ? എന്തുകൊണ്ട് അവൾ പെട്ടെന്ന് വീഞ്ഞായി മാറി? അവൾക്ക് നിയമം അറിയില്ല. അവൾ നിയമത്തിന്റെ അനുസരിച്ചല്ല അവൾ ജീവിക്കണേ. ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണേ. ഇതെല്ലാം പറയുമ്പോൾ ഇങ്ങനൊരു ധ്വനി ഉണ്ടാകരുത്. നിയമം തോമസ് പോൾ പറഞ്ഞ് നിയമമൊന്നും അനുസരിക്കണ്ടെന്ന്, അതല്ല പറയണതിൻ്റെ അർത്ഥം. നിയമത്തിന്റെ അനുസരണത്തിലൂടെ അല്ല രക്ഷ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. അവളോട് അവസാനം ഈശോ പറയുകയാണ്, അവൾ ഇതെല്ലാം കുറെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ അറിയുന്നല്ലോ. കണ്ടോ? അവൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് പടിപടിയായി ഇങ്ങനെ വളരുകയാണ്. അങ്ങനെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഈശോ പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. മിശിഹ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴാണ് ഈശോ പറയണത്, ഞാനാണ് അവൻ. വെള്ളം വീഞ്ഞായോ? വീഞ്ഞായി. സമരിയാക്കാരി ഒരു പുതിയ സൃഷ്ടിയായി മാറി. നട്ടുച്ചയ്ക്ക് വെള്ളം പിടിക്കാൻ വരണ ഒരു അത്യാവശ്യമായിട്ട് കരിവെക്കാൻ പോലും വെള്ളം ഉണ്ടാവില്ല. അവള് ആ വെള്ളം കുടവും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട്, അത്രയ്ക്ക് അർജന്റ് ഫീലിംഗ് ആണ്. വെള്ളം കുടവും ഉപേക്ഷിച്ച് ഈശോയെ ഉപേക്ഷിച്ചുകൊണ്ട് ഉടനെ പട്ടണത്തിലേക്ക് പോയി. പട്ടണവാസികളോടെല്ലാം അവൾ സുവിശേഷം അറിയിച്ചു. അവിടെ എല്ലാം വിളിച്ചുകൊണ്ടു. 4-ാം അധ്യായം വെള്ളം വീഞ്ഞാകയല്ലേ. 5-ാം അധ്യായത്തിൽ നോക്കി, 38 വർഷമായി തളർന്നു കിടന്നിരുന്ന ഒരാളുടെ അടുത്തേക്ക് ഈശോ നടന്നു ചെല്ലുന്നു. നിനക്ക് സുഖമാകാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ അവൻ പറയാണ്, കർത്താവ്, എന്നെ ആരും ഈ വെള്ളത്തിൽ ഇറക്കാനില്ല. ഞാൻ തളർന്നു കിടക്കുന്ന ആളാണ്. വെള്ളം ഇളകുന്ന സമയത്ത് കയ്യൂക്കുള്ളവൻ ചാടണം. ഒരാളും പോലും
ഈ 38 വർഷമായിട്ട് ഒരാൾ പോലും എന്നെ സഹായിക്കാനില്ല. നിയമം കൊണ്ട് എന്തുണ്ടായിപ്പോ? നിയമത്തിന് കരുണയില്ല, നിയമത്തിന് കണ്ണില്ല, നിയമം അന്ധമാണ്. നിയമം അന്ധമാണ്. നിയമം ആരാണ് നിയമം ലംഘിക്കുന്നത് എന്നുള്ളത് മാത്രം നോക്കി നടക്കുന്നത്. കർത്താവിൻ്റെ കരുണ അവിടെ വരുത്തില്ല. അതിൻ്റെ വലിയൊരു അടയാളമാണ് 38 വർഷമായിട്ട് അവിടെ കിടന്ന ആളെ അവരെല്ലാം കാണുന്നുണ്ടെങ്കിലും അയാളെ ഒരു പരസ്നേഹത്തിൻ്റെ ഒരു അംശം അവിടെ ഇല്ല. അയാളുടെ അടുത്തേക്ക് ഈശോ കടന്നു വന്നിട്ട് ഈശോ അവനെ, അതായത് വെള്ളം, ആ വെള്ളത്തിൽ ചാടിയാൽ അവൻ സുഖപ്പെടും. എന്നാൽ ആ വെള്ളമാകുന്ന ഈശോ, ജീവന്റെ ജലമാകുന്ന ഈശോ അവന്റെ അടുത്തേക്ക് വന്നു. അവൻ പുതുവീഞ്ഞായി മാറിയോ? അവൻ പുതിയ സൃഷ്ടിയായി മാറിയോ? ഇനി 6-ാം അധ്യായം, 6-ാം അധ്യായത്തിൽ ഇതിൻ്റെ തിയോളജിയാ പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കാം? ഞാനാണ്, അതാണ് അപ്പം വർദ്ധിക്കുന്നിടത്ത്, ഞാനാണ് ജീവന്റെ അപ്പം. ആര് എന്നിൽ ഈ അപ്പം ഭക്ഷിക്കുകയും അവൻ പുതിയ സൃഷ്ടിയായി മാറും, അവനിൽ ഞാൻ വസിക്കും. അതാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവനാണവൻ. നിയമത്തിലൂടെ അല്ല അവൻ പുതിയ സൃഷ്ടിയാകുന്നത്. യോഹന്റെ അഗസ്തീനോസ് പറഞ്ഞു, എ ക്രിസ്ത്യൻ ബിക്കം വാട്ട് ഹി ഈറ്റ്സ്. ഒരു ക്രിസ്ത്യാനി അവൻ എന്ത് ഭക്ഷിക്കുന്നുവോ അതുപോലെ ആകുന്നു. അവൻ എന്ത് ഭക്ഷിക്കുന്നു? അവൻ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നു. അപ്പൊ അവൻ ആരായി മാറും? അവൻ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറും. ക്രിസ്തുവിന്റെ ശരീരം, ക്രിസ്തുവിന്റെ രക്തം അവനിൽ നിറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവ് അവനിൽ നിറയുന്നു, ക്രിസ്തുവിന്റെ വചനം അവനിൽ നിറയുന്നു. ഒരു ഗ്രാഫ്റ്റിംഗ്, നമുക്കിവിടെയൊക്കെ ഒട്ടുമാവ് ഗ്രാഫ്റ്റിംഗ് ഉണ്ടല്ലേ? ഒരു മാവിൻ്റെ ആ മാവിൽ നിന്ന് മുറിച്ചെടുത്ത് വേറൊരു മാവിൽ ഒട്ടിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? ഈ ഗ്രാഫ്റ്റ് ചെയ്ത ശാഖ കുറച്ച് കഴിയുമ്പോൾ ഈ പുതിയ വൃക്ഷത്തിൽ നിന്ന് അതിൻ്റെ ജീവജലം സ്വീകരിക്കുന്നു. എന്ന പോലെ ആദത്തിൻ്റെ ശാഖയായിരുന്ന നമ്മളെ മുറിച്ചെടുത്ത് ക്രിസ്തുവാകുന്ന വൃക്ഷവുമായിട്ട് ഒട്ടിച്ചു. ഇപ്പൊ എന്ത് സംഭവിക്കും? ഈ ക്രിസ്തുവിൻ്റെ രക്തം, ക്രിസ്തുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ ശരീരം ഈ ശാഖയിൽ വന്നിട്ട് ഈ ശാഖ ക്രിസ്തുവിൻ്റെ ശാഖയായി മാറും. അതാണ് ക്രിസ്ത്യാനി. അപ്പോൾ 6-ാം അധ്യായം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഞാൻ വസിക്കും. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. കണ്ടോ? എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസ്സവനേകും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവന് ഇനി ശിക്ഷാവിധി ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? യേശുക്രിസ്തു അവന്റെ ശിക്ഷയും അവന്റെ പാപവും ആരേറ്റെടുക്കുന്നു? യേശുക്രിസ്തു ഏറ്റെടുക്കുന്നു. 7-ാം അധ്യായത്തിൽ ജീവന്റെ ജലം, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ ഉറവകൾ ഒഴുകും.
ഇത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതായത് അവന്റെ ജീവിതത്തെ ഇനി ആര് നയിക്കും? പരിശുദ്ധാത്മാവ് നയിക്കും. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തെ 10 കൽപ്പനകളല്ല ഇനി നയിക്കാൻ പോകുന്നത്. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകളെ നയിച്ചുകൊണ്ടിരുന്ന ആ അവസ്ഥ വിട്ടിട്ട് പരിശുദ്ധാത്മാവ് നയിക്കുന്ന അവസ്ഥ. അപ്പോൾ അതാണ് മറിയം മാതാവിന്റെ ജീവിതം എന്ന് പറയുന്നത്. മാതാപിതാക്കൾ പഴയ നിയമത്തിലെ നിയമമനുസരിച്ച് ജീവിക്കുന്ന ആ കൽപ്പനകളാൽ നയിക്കപ്പെട്ടിരിക്കുന്ന അവരിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഒരു മകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവളെ ഇനി ആര് പറയണ അനുസരിച്ച് നയിക്കപ്പെടും? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ, ആ വ്യക്തി കൃപ കൊണ്ട് നിറയുമ്പോൾ, ആ വ്യക്തിക്ക് ഇനി പാപം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ കൽപ്പനകളും പാലിക്കപ്പെടുന്നില്ലേ? പാലിക്കപ്പെടുന്നോ ഇല്ലയോ? അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് കൽപ്പനയെ റദ്ദാക്കാനല്ല, കൽപ്പനയെ പൂർത്തിയാക്കാനാണ്. എങ്ങനെ പൂർത്തിയാക്കും? ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് നൽകി കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ ഒരു പുതിയ നിയമം സ്ഥാപിക്കും. പരിശുദ്ധാത്മാവാണ് പിന്നെ പുതിയ നിയമം. അതെവിടെയാ? ഇവിടെ നമ്മൾ വായിച്ചില്ലേ, 1965 വായിച്ചില്ലേ? അത് പരിശുദ്ധാത്മാവിലുള്ള നിയമമാണ്. 1965 മറ്റോ. പുതിയ നിയമം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരമാണ്. ഒന്ന് പറഞ്ഞ എല്ലാവരും, പുതിയ നിയമം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിലുള്ള കൃപാവരമാണ് പുതിയ നിയമം. അപ്പൊ ആ കൃപാവരം പരിശുദ്ധാത്മാവും നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ദൈവമക്കളാണ്. ചട്ടങ്ങളും നിയമത്തിലും നടക്കുകയാണെങ്കിൽ നിങ്ങൾ അടിമകളാണ്. മുടിയനായ പുത്രന്റെ ചേട്ടൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും നാൾ ഒരു അടിമയെ പോലെ വേല ചെയ്തു, പ്രമാണങ്ങളെല്ലാം അനുസരിച്ചു, എന്നിട്ടും അപ്പൊ നമ്മളൊരു അടിമയാവുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു വേലക്കാരനുണ്ട്, അവനോട് പറയും, നാളെ നീ ഇന്നെ ചെയ്തോളണം, നീ ആ അടയ്ക്കാമരത്തിൻ്റെ ഒക്കെ കട വെട്ടണം, നീ അവിടെ തോട് കോരണം, അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ശമ്പളം കിട്ടുള്ളൂ. ഓക്കെ 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 ശരി. എന്താ കൽപ്പിച്ചത് ചെയ്തു, കൽപ്പിച്ചത് ചെയ്താൽ കാശ് കിട്ടും. വീട്ടിലൊരു മകനുണ്ട്, അവനോട് ഇതേമാതിരി പറയോ? അവനോട് പറയും, മോനെ നാളെ രാവിലെ പപ്പ ആ പാടത്ത് വിതയ്ക്കാനായിട്ട് പോവുകയാണ്, നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരാം, എന്നിട്ട് ഞാൻ ചെയ്യണതൊക്കെ കാണാം. അപ്പച്ച ഞാനും വരാം. വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അപ്പച്ചോ ഇപ്പം എനിക്ക് മനസ്സിലായി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന്, ഇന്ന് ഇനി അപ്പച്ചൻ വിശ്രമിച്ചോ, ഞാൻ ചെയ്തോളാം. കണ്ടോ, അതാണ് മകൻ. അതാണ് ഈശോ പറഞ്ഞത്, പുത്രൻ പിതാവ് ചെയ്യുന്നത് കണ്ട് അതുപോലെ തന്നെ പുത്രനും ചെയ്യുന്നു. പുത്രന് അതുപോലെ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ഏത് അധ്യായം വരെ എത്തി? യോഹന്നാന്റെ 7-ാം അധ്യായം. 8-ാം അധ്യായമാണ് ഇതിന്റെ എല്ലാം ഒരു വലിയ സമ്മേളനമാണ്. 8-ാം അധ്യായം ആരംഭിക്കുന്നത് എന്താ? ദേവാലയ അങ്കണത്തിൽ വെച്ച് യേശു അവിടെ ഇരിക്കുമ്പോൾ ഫരിസേയരും നിയമജ്ഞരും പാപിനിയായ ഒരു സ്ത്രീയെ തെളിവ് സഹിതം പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഇവൾ. ഇതാണ് ഫരിസേയരുടെ വേറൊരവസ്ഥ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ എന്തിനാ പെണ്ണിനെ മാത്രം പിടിച്ച്? തെളിവ് സഹിതം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ആണിനെ പിടിക്കണ്ടേ? പക്ഷെ ആണിനൊന്നും ചെയ്യില്ല.
പെണ്ണിനെ മാത്രമേ അവർ ശിക്ഷിക്കുള്ളൂ. അതാണ് കപടനാട്യക്കാരെ എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന തെറ്റൊന്നും അവർ പറയും തെറ്റല്ല. വലിയ കല്ല്, ഒരു ഫുട്ബോൾ സൈസിലുള്ള കല്ലാണ്. ഈ കല്ല് അപ്പൊ നിയമമാണ്, നിയമത്തിന്റെ എക്സിക്യൂഷനാണ്. മോശ നിയമത്തിന്റെ നടപ്പാക്കലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മോശയുടെ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെ ആ പിടിച്ച വ്യഭിചാരം ചെയ്യുന്നത് കണ്ട സാക്ഷികളുണ്ട്, 2 സാക്ഷികളുണ്ടാകണം. ഈശോയെ പരീക്ഷിക്കാനായിട്ട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താ അങ്ങ് പറയണേ? ഞങ്ങളുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഈശോ ഒന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല? അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. ഇവർ രോഷാകുലരായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളുടെ നിയമപ്രകാരം ഇവളെ കൊല്ലണം, കൊല്ലും, കല്ലെറി. അപ്പോൾ ഈശോ വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞു, കല്ലെറിഞ്ഞോ, പക്ഷേ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. കണ്ടോ ഈശോയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന കരുണ, ഈശോയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന രക്ഷ, ഈശോയുടെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ജീവൻ. ദൈവം ജീവന്റെ ഉറവിടമാണ്. ജീവന്റെ ഉറവിടമായ ദൈവത്തിന് ജീവൻ നശിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ജീവന്റെ ഉറവിടമായ ദൈവത്തിന് ജീവൻ നശിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കല്ലെറിയാൻ ഈ കൈ ഇങ്ങനെ പൊക്കി കല്ലെറിയാനായിട്ട് ഇങ്ങനെ കൈ പൊക്കി നിൽക്കാണ് അവർ. ഈശോ ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ ഏറും. അവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കല്ല് അവളുടെ തലയിൽ വീണ് തല പിളരും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോ, ഇല്ലേ? ഉറപ്പായിരിക്കുന്ന അവസ്ഥയാണ്. അവളുടെ ഇപ്പോ തല പിളർന്ന് അവൾ മരിക്കുന്ന മരണവേദനയിൽ അവൾ അനുഭവിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ശ്രദ്ധിക്കണേ, കൈവീശി കാണിച്ചേ ഒന്ന്. ആ അവസ്ഥയിൽ ഈശോ പറയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ. ആ വാക്കുകൾ ഈ ഫരിസേയരുടെ നിയമജ്ഞരുടെയും ഹൃദയത്തെ തുളച്ചു കയറി. കാരണം പാപം ചെയ്യാത്തവരാരുമില്ല, എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. അവരുടെ ഹൃദയത്തെ അത് സ്പർശിച്ചു. അവർക്ക്, പാപിയായ അവർക്ക് മറ്റൊരു പാപിയെ വിധിക്കാൻ എന്ത് അവകാശം? കല്ലുയർത്തിപ്പിടിച്ചിരുന്ന ആ കരങ്ങൾ തളർന്ന് ശക്തിയില്ലാതെ കല്ല് താഴെ വീണു. ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് പിൻവാങ്ങി. ഇപ്പോൾ ഇവിടെ നടന്ന അത്ഭുതം എന്താ? ഇവിടെ ഒരു അത്ഭുതം നടന്നോ? ഇവിടെ വെള്ളം വീഞ്ഞായോ? എന്താണ് ഇവിടെ വീഞ്ഞായത്? ഫരിസേയൻ ആകുന്ന ആ വെള്ളം, അവന്റെ ഹൃദയത്തിൽ രൂപാന്തരീകരണം ഉണ്ടായോ? അവൻ നടപ്പാക്കാൻ വന്നിരിക്കുന്ന മോശ നിയമം നടപ്പാക്കാൻ പറ്റിയോ? ശ്രദ്ധിച്ചോ? കൈവീശി കാണിച്ചേ. മനസ്സിലായില്ലേ? മോശ നിയമം അനുസരിച്ച് അവളെ കൊല്ലണ്ടേ? പക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? മോശ നിയമം അവസാനിച്ചു. ഇപ്പൊ മോശ നിയമം അവസാനിച്ചത് കാണുന്നുണ്ടോ? അത്തിമരം ഉണങ്ങിയോ? ഇവിടെയും അത്തിമരം ഉണങ്ങി. ഫരിസേയര്, പ്രമാണിമാർ, നിയമം എക്സിക്യൂട്ട് ചെയ്യേണ്ടവർ,
അഥവാ ശിക്ഷ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടവർ അത് സാധിക്കാതെ അവരും രൂപാന്തരീകരിക്കപ്പെട്ടു. അതാണ് കർത്താവ് ഈശോ മിശിഹ. അവരെയും രൂപാന്തരീകരിക്കുന്നതിനാണ് വന്നിരിക്കുന്നത്. അവർ ചെയ്യാൻ പറ്റണില്ല, അവർക്കത് ചെയ്യാൻ പറ്റണില്ല. ഇതല്ലേ നമുക്ക് വേണ്ടത്? ഇതല്ലേ നമുക്ക് വേണ്ടത്? ആണോ അല്ലയോ? ഇതാ നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ശക്തിയിൽ വിശ്വസിക്കൂ. നമ്മളെ കല്ലെറിയാൻ വന്നിരിക്കുന്നവരെ കർത്താവിനെ മാറ്റി രൂപാന്തരപ്പെടുത്താൻ പറ്റും. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയി. ഇനി അവിടെ ആരുണ്ട്? യേശുവും ഈ പാപിനിയായ സ്ത്രീ. ഈശോ ചോദിച്ചു, മകളെ, ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. സമാധാനമായി പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ഇവിടെ മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയുന്നതിലൂടെ അവൾക്ക് കർത്താവ് മേലിൽ പാപം ചെയ്യാതിരിക്കുന്നതിനുള്ള കൃപ കൊടുക്കുകയാണ്. ഏതുപോലെ? തളർവാദ രോഗിയോട് ഈശോ പറയുകയാണ്, എഴുന്നേറ്റ് കട്ടിലെടുത്ത് നടക്കുക. ഇപ്പൊ നിങ്ങളെവിടെ കൂടിയിരിക്കുകയാണെന്ന് വിചാരിച്ചു തളർവാദ രോഗിയുടെ അടുത്ത്. നിങ്ങൾ അതിശയപ്പെടുക, ഇവൻ തളർന്ന് കിടക്കണ ആൾ, ഇവനെങ്ങനെ കട്ടിലെടുക്കണമെന്നല്ലേ, ഇവനെങ്ങനെ എണിക്കണമെന്നല്ലേ വിചാരിക്കുള്ളൂ, ഇല്ലേ? ഇതെന്തീ പറയണത്? അവൻ തളർന്ന് കിടക്കുന്ന ആളെ എങ്ങനെ എണിക്കണേ? അവനോട് പറയാണ് നീ എണിക്കാൻ. അപ്പൊ എന്താ? പക്ഷേ നോക്കുമ്പോ എന്താ? അവൻ്റെ കൈയും കാലുമല്ല നീർന്ന് അവൻ എണിക്കാൻ തുടങ്ങണം. എങ്ങനെ എണിറ്റു അവൻ? എന്തുകൊണ്ട് എണിറ്റു അവൻ? യേശു പറഞ്ഞ ഈ വാക്കിൽ യേശു അവനെ ശക്തി പകരുകയാണ്. യേശു പറയുന്നത് അവിടെ സംഭവിക്കുകയാണ്. അതാണ് വാക്കിന്റെ അർത്ഥം. യേശുവിൻ്റെ വചനം ഇതിൽ യേശു പറയുമ്പോൾ അത് സംഭവിക്കുകയാണ്. നീ എണിക്കൂ, കട്ടിലെടുത്ത് നടക്കൂ. സാവധാനം അവനിലേക്ക് ശക്തി ഒഴുകി വരുന്നു, ജീവൻ വരുന്നു, അവൻ്റെ കോശങ്ങളെല്ലാം ശക്തി പ്രാപിക്കുന്നു, അവനിൽ രക്തമൊഴുകുന്നു, അവൻ എണിക്കുന്നു. ഇങ്ങനെയെല്ലാം നിങ്ങൾ ചിന്തിക്കണം ഒരു വചനത്തെ. ഇന്ന പോലെയാണ് ഈശോ പറയാണ് ഇവളോട്, മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവളിലേക്ക് യേശുവിൻ്റെ വിശുദ്ധിയും കൃപയും ഒഴുക്കുന്നു. ഇനി അവൾക്ക് ആ പാപം ചെയ്യാൻ പറ്റില്ല. വെള്ളം വീഞ്ഞായോ? ആരൊക്കെ ഇവിടെ വെള്ളം വീഞ്ഞായി? ഫരിസേയരാകുന്ന വെള്ളം വീഞ്ഞായി, പാപിനിയും വെള്ളം വീഞ്ഞായി. പുതിയ സൃഷ്ടിയായോ? ഫരിസേയൻ പുതിയ സൃഷ്ടിയായോ? പാപിനി പുതിയ സൃഷ്ടിയായോ? ഇനി 9-ാം അധ്യായത്തിൽ എന്താണ്? ഒരു കുരുടന് കാഴ്ച നൽകുന്നു. കുരുടന്റെ അടുത്ത് വന്നിട്ട് കർത്താവ് മണ്ണെടുത്തുകൊണ്ട് അതിൽ തുപ്പി. എന്തിനാണ് ഈ മണ്ണിൽ തുപ്പിയത്? വീണ്ടും മണ്ണ് മനുഷ്യന്റെ പ്രകൃതിയാണ്, മനുഷ്യനെ സൃഷ്ടിച്ച പ്രകൃതി. ആ പ്രകൃതിയിലായിരിക്കുന്നിടത്തോളം സമയം അവൻ അന്ധനാണ്. അവന് ദൈവത്തിന്റെ ആവിഷ്കരണമില്ല, അവൻ ദൈവത്തിന്റെ വെളിപാടില്ല. അവൻ ചുമ്മാ നിയമം മാത്രം പാലിക്കുന്നവനാണ്. നിയമം പാലിക്കാൻ ദൈവത്തിന്റെ ശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ നിയമം പാലിക്കാതിരിക്കുന്നത് മൂലമുള്ള പാപത്തിൽ നിന്ന് അവനെ മാറ്റാൻ ദൈവത്തിന്റെ ശക്തിയുടെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം മുതൽ ഉള്ള ആ വിശ്വാസത്തിന്റെ പ്രസരണം യേശു ക്രിസ്തുവിലൂടെയാണ് മനുഷ്യനോട് ലഭിക്കുന്നത്. അതുവരെ വിശ്വാസം ആവിർഭവിക്കുന്നത് വരെ നിയമം ഒരു കാവൽക്കാരനായിരുന്നു. നിയമം ഒരു കാവൽക്കാരനായിരുന്നു.
വിശ്വാസം ആവിർഭവിക്കുന്നത് വരെ. ആ വചനം ഒന്ന് വായിച്ചേ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരിക. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്. എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നിയമത്തിന്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അതുവഴി ജീവിക്കും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഓക്കെ, അതല്ല, അത് വേറൊരു വശം. അതെ, 23 മുതൽ വിശ്വാസം 23 മുതൽ വായിച്ചേ. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു. നിയമം വേണ്ടിയിരുന്നു. എന്തിനാണ്? ഒരു കാവലായിട്ട് വിശ്വാസം ആവിർഭവിക്കുന്നത് വരെ വേണമായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നത് വരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇനി അടുത്ത വായിച്ചെല്ലാവരും. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് പറയുന്നത് ഈ അവസ്ഥയിലാണില്ലേ. ഇപ്പൊ നമ്മളിൽ മിക്കവാറും പേർക്ക് ഇത് മനസ്സിലാവുന്നില്ല, ഇല്ലേ? വിഷമിക്കണ്ട, സാവധാനം മനസ്സിലാവും. ഇതാണ് വിശ്വാസത്തിന്റെ രഹസ്യം. അപ്പോ ഈ കുരുടന്റെ അടുത്ത് വന്നപ്പോൾ ഉടനെ ആൾക്കാർ ചോദിക്കാണ്, ഗുരു, എന്തുകൊണ്ടാണ് ഇവൻ അന്ധനായത്? ഇവന്റെ പാപമോ ഇവന്റെ പാപം? നമ്മളുടെ ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ ഏതാണ്ട് ഇതേമാതിരിയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ചോദിക്കണം, എന്താ ഇത്? ഇവന്റെ പാപമോ ഇവന്റെ ബന്ധനമോ അതോ ഇവന്റെ പൂർവികരുടെ പാപമോ? മിക്കവാറും ഏതാണ്ട് ഈ അവസ്ഥയിലാണോ അല്ലയോ? അപ്പോൾ നമ്മൾ അത്തരം വരെ എത്തിയിട്ടുള്ളൂ ഇപ്പോ. അപ്പൊ ഈശോ എന്ത് പറഞ്ഞു? ഇത് അവന്റെയോ അവന്റെ മാതാപിതാക്കളുടെയോ പാപമല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനാണ്. കർത്താവ് ആ മണ്ണിൽ തുപ്പി. അപ്പോൾ മണ്ണും വിണ്ണും ചേർന്നിരിക്കുന്നു. ഈശോയുടെ തുപ്പൽ ആ കൃപയ്ക്ക് തുല്യമാണ്. തുപ്പലിന് നമുക്കാണൊരു നല്ലതല്ലാത്തൊരർത്ഥം. പക്ഷേ തുപ്പൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹത്തിൻ്റെ ചിഹ്നമാണ്. അങ്ങനെ ആ മണ്ണിനെ ഈ തുപ്പലുമായിട്ട് ലയിപ്പിച്ചപ്പോൾ ആ മണ്ണിൻ്റെ സ്വഭാവം മാറി. അത് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അന്ധത മാറി. അവിടെ വെള്ളം വീഞ്ഞായോ? അവൻ പുതിയ സൃഷ്ടിയായോ? പുതിയ സൃഷ്ടിയായി. ഇനി 10-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നത്, ഞാനാണ് വാതിൽ. അതായത് ആരെന്നിലൂടെ കടക്കുന്നുവോ അവൻ പുതിയ സൃഷ്ടിയാകും. 10-ാം അധ്യായത്തിൽ 27 വചനത്തിൽ പറയുകയാണ്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം. അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയില്ല. അവയെ എനിക്ക് നൽകിയ എന്റെ പിതാവ് എല്ലാവരേക്കാൾ വലിയവനാണ്.
പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. ഇതൊക്കെ പറയുമ്പോഴാണ് അവർ കല്ലെടുക്കണത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ആടുകൾ. ഇപ്പൊ നമ്മൾ ആരുടെ ആടാണ്? നമ്മൾ കർത്താവിന്റെ ആടുകളാണോ? എങ്കിൽ കർത്താവ് തന്റെ ജീവൻ നൽകി നമ്മളെ രക്ഷിച്ചിരിക്കുന്നുവോ? കണ്ടോ? ഈ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കില്ല. അത് പന്തക്കോസ്തുകാർ പറയണമെന്ന് പറയും, രക്ഷിക്കപ്പെട്ടു. പക്ഷേ സുവിശേഷത്തിലും നമ്മുടെ കുർബാനയിലെല്ലാം തന്റെ തിരുനാമത്താൽ രക്ഷിക്കപ്പെട്ട് മുടിചൂടി നിൽക്കുന്ന സഭ ഇല്ലേ? രക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടു? കർത്താവ് ഈശോമിശിഹ തന്റെ ജീവൻ നൽകി വീണ്ടെടുത്തു. കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്തു. ബിലീവ്. നിങ്ങൾ അതൊന്ന് വിശ്വസിക്കൂ. നിയമം അവസാനിച്ചു. ആ അത്തിമരം ഉണങ്ങി. ആ നിയമത്തിന്റെ അന്ധത മാറി. എന്നാൽ യേശുവിലായിരിക്കുന്ന വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാകുമ്പോൾ അവൻ ഈ നിയമം അനുശാസിക്കുന്ന എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. നിയമം അവനിൽ പൂർത്തീകരിക്കും. അവൻ കള്ളം പറയാൻ പറ്റില്ല, അവൻ വ്യഭിചാരം ചെയ്യാൻ പറ്റില്ല, അവൻ പരസ്പരം സ്നേഹിക്കും. ഒരാളെ സ്നേഹിക്കുമ്പോൾ അവന്റെ കട്ടെടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നിയമത്തിന്റെ പൂർത്തീകരണമായിട്ട് മാറുന്നു. ഞാനാണ് ആടുകളുടെ വാതിൽ എന്ന് പറഞ്ഞതാണ്. അപ്പൊ 10-ാം അധ്യായത്തിൽ ഈ പുതിയ വീഞ്ഞാക്കുന്ന, ഈ പുതിയ സൃഷ്ടിയാകുന്ന അവസ്ഥ നൽകാൻ വന്നിരിക്കുന്നവൻ ഞാനാണ്. എൻ്റെ ആടുകൾ, എൻ്റെ ആടുകളെ ഞാൻ ആരും പിടിച്ചെടുക്കാൻ സമ്മതിക്കയില്ല. എൻ്റെ ആടുകളെല്ലാം ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് ഞാൻ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ആര് ചെയ്തു? യേശു ചെയ്തോ? അതോ ഇനി നിങ്ങൾ ആരെങ്കിലും ചെയ്യണോ? ഇനി പാപത്തിന് പരിഹാരം ചെയ്യണോ അതോ യേശു ചെയ്ത് കഴിഞ്ഞോ? ഇപ്പോൾ ഉടനെ സംശയമായി. അപ്പൊ ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവയൊക്കെ നശിച്ചു പോകൂലേ? അപ്പൊ ഇനി ദണ്ഡവിമോചനത്തിന് വേണ്ടി എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അതിന്റെയൊക്കെ അർത്ഥം ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കണം. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താ പറയുന്നത്? മരിച്ച വിശ്വാസികൾ തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാവട്ടെ. എന്താണ് ആ പ്രാർത്ഥന എന്ന് പറഞ്ഞേ? ആരാ ഇവിടെ മരിച്ചേക്കണേ? മരിച്ച വിശ്വാസി. ഒരു വിശ്വാസി മരിച്ച എവിടെ പോകും? ഒരു വിശ്വാസി മരിച്ചാൽ എവിടെ പോകും? ഒറ്റ വാക്കിലൊന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ഒരു വിശ്വാസി മരിച്ചാൽ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. സ്വർഗം എന്ന് പറയുന്നത് ആ പൂർണ്ണ വിശുദ്ധീകരണം നടക്കുന്ന സ്ഥലം, വിശുദ്ധീകരണത്തിന് ശേഷം ചെന്നെത്തുന്ന സ്ഥലമാണ്, ത്രിത്വമായിട്ട്. എന്നാൽ ആ പൂർണ്ണ വിശുദ്ധീകരണത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ ആ പൂർണ്ണ വിശുദ്ധീകരണം നടക്കുന്നതിന് 2 ഘട്ടമുണ്ട്. ഒന്ന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആകാം. ഈ ഭൂമിയിൽ ഉള്ള ജീവിതത്തിന്റെ അവസാനത്തിൽ പൂർണ്ണ വിശുദ്ധീകരണം നടക്കുന്നില്ലെങ്കിലും ഈ ജീവിതത്തിന് ശേഷവും വിശുദ്ധീകരിക്കപ്പെടാനുള്ള അവസരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇത് നമുക്കൊരു പ്രിവിലേജാണ്. ഞാനൊരു ദൈവമകനാണ്, ഞാൻ സ്വർഗത്തിൽ എത്തുമെന്നത് നിശ്ചയമാണ്. എന്നാൽ എന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് ഈശോമിശിഹ രക്തമൊഴുക്കിയിട്ടുണ്ട്. ആ വിശുദ്ധീകരണം ഇവിടെ വെച്ച് നടന്ന് ഇല്ലെങ്കിൽ എന്റെ മരണാനന്തരം അത് നടത്തും. ആര് നടത്തും? ഈ ആ പ്രാർത്ഥനയുടെ 2-ാം ഭാഗം എന്താ? നിത്യപിതാവേ, കണ്ടോ? ഒന്ന് പറഞ്ഞെല്ലാവരും, നിത്യപിതാവേ, കർത്താവ് ഈശോമിശിഹായുടെ വിലമതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ മരിച്ച ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണേ. ആരുടെ യോഗ്യതയാണത്? കർത്താവ് ഈശോമിശിഹായുടെ വിലമതിയാത്ത അതായത് അത്രയ്ക്ക് ഈശോയുടെ
ഈശോയുടെ പീഡാനുഭവവും മരണവും ഈ ജീവിതത്തിൽ മാത്രമുള്ള ശുദ്ധീകരണമല്ല, ഈ ജീവിതത്തിനപ്പുറത്തുള്ള ശുദ്ധീകരണത്തിനും കൂടി വേണ്ടിയുള്ളതാണ്. വിശ്വസിക്കുക. നമ്മളെല്ലാ കുർബാനയിലും എല്ലാ നമസ്കാരങ്ങളിലും ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ടത്, യേശു ക്രിസ്തു പറയാണ്, എന്റെ ഒറ്റ ആടുകളെയും നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ കോഴിക്കൂട്ടിൽ നിന്ന് കുറുക്കൻ വന്ന് കോഴീനെ പിടിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കുമോ? എന്റെ ആടുകളെ പിശാച് പിടിച്ചുകൊണ്ടു പോകാൻ യേശു സമ്മതിക്കുമോ? വിശ്വസിച്ചാൽ മതി. ഇനി 11-ാം അധ്യായം, മറ്റൊരു വലിയ രൂപാന്തരീകരണം, ഈ ജീവിതത്തിന് അപ്പുറത്തുള്ള രൂപാന്തരീകരണം. ലാസർ പുതിയ സൃഷ്ടിയായോ? ലാസർ വല്ലതും ചെയ്തിട്ടാണോ അവൻ പുതിയ സൃഷ്ടിയായത്? അപ്പൊ ലാസറിന്റെ പെങ്ങന്മാര്, അപ്പോൾ ഈശോയ്ക്ക് ഈ പുതിയ സൃഷ്ടിയാകുന്നതിന്റെ ആ പൂർണ്ണത വരുന്നത് ഉയർപ്പിന്റെ ശക്തിയിലൂടെയാണ്. നമ്മളിപ്പോ പ്രാർത്ഥനയിലെല്ലാം എത്ര പ്രാവശ്യം പറയുന്നു, ശരീരത്തിന്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന് നിത്യം വരും. എന്തിനാ ഇത് പല പ്രാവശ്യം പറയണേ? അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കൊടുമുടി. ഇവിടെ കൽപ്പന പാലിക്കുന്നതിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നതിലല്ല, കർത്താവ് തന്റെ ജീവൻ നൽകിക്കൊണ്ട് നമ്മുടെ ഈ മർത്യശരീരത്തെ ഉയർപ്പിക്കുന്ന ശക്തിയാണ്. ഈ പാപം മുഴുവൻ ചെയ്യണം എന്തുകൊണ്ടാ? ഈ ശരീരത്തിന്റെ മർത്യത കൊണ്ടാണല്ലേ. ആ മർത്യത മാറ്റുന്ന കർത്താവ്. അപ്പോ ആ കാലഘട്ടത്തിൽ യേശുവിന്റെ പരസ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രോഗശാന്തി. അവിടെയും പോസിറ്റീവായിട്ട് ചിന്തിച്ചു. ആ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാനിൽ ഈശോ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തോ, നൽകിക്കൊടുത്തോ, അവരെല്ലാവരും പാപികളായിരുന്നു അല്ലയോ? ആയിരുന്നോ? യേശു പാപമോചനത്തിലുള്ള ബലി അർപ്പിക്കുന്നത് ഈ സംഭവങ്ങൾ പരസ്യജീവിതം കഴിഞ്ഞതിന് ശേഷമാണ്. ആണോ അല്ലയോ? അപ്പൊ ഈ പാപാവസ്ഥയിലും യേശുവിന്റെ അനുഭവം അവർക്ക് ലഭ്യമാവുന്നുണ്ടോ ഇല്ലയോ? അവരുടെ പാപം യേശു അനുഭവത്തിന് തടസ്സമുണ്ടോ? മത്തായിയുടെ വീട്ടിലേക്ക് യേശു കടന്നു ചെന്നപ്പോ മത്തായിയുടെ പാപം യേശുവിന്റെ വരവിന് തടസ്സമായോ? സക്കേവൂസിന്റെ വീട്ടിൽ യേശു വന്നപ്പോ സക്കേവൂസിന്റെ പാപം യേശുവിന്റെ വരവിന് തടസ്സമായോ? സമരിയക്കാരിയുടെ അടുത്തേക്ക് യേശു വന്നപ്പോ അവളിലുള്ള പാപം യേശുവിന്റെ വരവിന് തടസ്സമായോ? ഇല്ല. മറിച്ച് യേശുവാകുന്ന പ്രകാശം അവരിലേക്ക് വന്നപ്പോൾ അവരിലുള്ള അന്ധകാരം അകന്നു. യേശുവിന്റെ കൃപ അവരിലേക്ക് വന്നപ്പോൾ അവർ പുതിയ സൃഷ്ടിയായി മാറി. ഇതാ നമ്മുടെ വിശ്വാസം. ഇതാ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോ എല്ലാവരും യേശുവിനെ ഒരു രോഗശാന്തിക്കാരനായിട്ട് കണക്കാക്കി. ഈശോ അതൊന്ന് മാറ്റി. ഞാൻ ആരാണെന്ന് ഇവരറിയണം, ലോകമറിയണം. ഞാൻ ആരാണെന്ന് ലോകമറിയണം. അതുകൊണ്ട് ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ഞാൻ എങ്ങനെ അതൊന്ന് കാണിച്ചു കൊടുക്കും? അതെങ്ങനെ കാണിക്കണം? ആരെങ്കിലും ഒരാൾ ഉയർപ്പിക്കണമെങ്കിൽ മരിക്കണം. അതിന് ആരെ തിരഞ്ഞെടുക്കാം? നമ്മുടെ ഉറ്റ സുഹൃത്തായ ഷാജിനെ തിരഞ്ഞെടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും അല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, എനിക്ക് എന്തെങ്കിലും ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ. എന്ന മാതിരി ഈശോയുടെ ഉറ്റ സുഹൃത്തായ ലാസർ, ബാല്യകാലം മുതലേ ഈശോന്റെ സുഹൃത്താണ് ലാസർ. ഈ കുടുംബം മുഴുവനും ആയിട്ട് അതുപോലെ ബന്ധമാണ്. ആ ലാസറിനെ ഈശോ തിരഞ്ഞെടുത്തു. ഇപ്പൊ മനസ്സിലായോ?
ഈശോന്റെ സുഹൃത്താകുമ്പോൾ ഉണ്ടാകുന്ന ചില ആനുകൂല്യങ്ങൾ. ഈശോന്റെ സുഹൃത്താകുമ്പോൾ ഉണ്ടാകുന്ന ആനുകൂല്യങ്ങൾ ഒന്ന്, നമ്മളെ ഒരു ഗിന്നി പിഗായിട്ട് ഉപയോഗിക്കും. നമ്മളെല്ലാവരും ഈശോയുടെ ടെസ്റ്റ് ട്യൂബാണ്, ഈശോയുടെ ലബോറട്ടറിയാണ്, ഈശോയുടെ പരീക്ഷണം നടത്താനുള്ള ആളുകളാണ്. അങ്ങനെ ലാസർ പെട്ടെന്ന് സുഖമില്ലാണ്ടായി. പെൺപിള്ളേർക്ക് ആകെ പകച്ചിലയച്ചു. പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഈശോന്റെ അടുത്തേക്ക് ഒരാളെ അയച്ചാൽ മതി. ഈശോ ഒന്ന് പറഞ്ഞാൽ ലാസർ ഉടനെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. യേശുവിൻ്റെ അടുത്തേക്ക് ഒരു മെസ്സഞ്ചറിനെ അയച്ചിട്ട് അവനോട് നീ ഇത്രയും പറഞ്ഞാൽ മതി, അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുമെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ അദ്ദേഹം ചെയ്തോളൂ. പക്ഷെ അങ്ങേര് തിരിഞ്ഞു നോക്കിയില്ല. ഈ പെൺപിള്ളേർക്ക് പെണ്ണുങ്ങൾക്ക് ഭയങ്കര പ്രയാസമായി. അയൽവക്കക്കാരുമൊക്കെ വന്ന് പാറുണ്ടാകും, ഇപ്പം എന്തായി, നീ വലിയ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ധ്യാനം കൂടാൻ പോണ ആളാണല്ലോ, എന്നിട്ട് എന്തായി, എവിടെ ധ്യാനം ഉണ്ടെങ്കിലും എവിടെ കൺവെൻഷൻ ഉണ്ടെങ്കിലും പോണ ആളാണല്ലോ, എന്നിട്ട് എന്തായി, ഇങ്ങനെയൊക്കെയല്ലേ. എവിടെ ഇപ്പം നിന്റെ യേശു ലോകം മുഴുവൻ രോഗശാന്തി നടത്തി കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് നിന്റെ വീട്ടിൽ തിരിഞ്ഞു നോക്കിയോ? ഇങ്ങനെയുള്ള അപകീർത്തികളെല്ലാം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചോളൂ, ഇല്ലേ? മാത്രമല്ല അവർക്ക് ഇത്രയും പ്രിയങ്കരനായ യേശു തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ലാസർ മരിച്ചു. ഈ ലാസർ മരിച്ചപ്പോൾ ഇവരുടെ നെഞ്ചത്തടിച്ചുള്ള കരച്ചിൽ കേൾക്കണം. അപ്പോഴും ഈശോ വന്നില്ല. അങ്ങനെ ശവമടക്കി. ശവമടപ്പ് കഴിഞ്ഞു. 4-ാം ദിവസം ഈശോ വരാൻ. ഈശോനെ കണ്ടപ്പോഴേക്കും ഇവരങ്ങ് വിതുമ്പിക്കരയാൻ തുടങ്ങി. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ ലെവൽ എന്താ? യേശു ഒരു രോഗശാന്തി നടത്തുന്ന ഒരാൾ. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു, സുഖപ്പെടുത്തിയെന്നെ. അപ്പോഴാണ് ഈശോയുടെ ഏറ്റവും ഈ ബൈബിളിലെ ചരിത്രപ്രസിദ്ധമായ മറ്റെങ്ങും പ്രഖ്യാപിക്കാത്ത വാക്കുകൾ. എന്താ പറഞ്ഞേ? നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ മർത്ത പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം, അന്ത്യദിനത്തിലുള്ള ഉയർപ്പിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോഴാണ് പറയുന്നത്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഈ വാക്കാണ് സുവിശേഷത്തിൻ്റെ മർമ്മം, മറ്റെങ്ങുമില്ല. ഒറ്റ വാക്ക്, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. അതായത് അന്ത്യദിനത്തിൽ പുനരുത്ഥാനം തരുന്ന ഞാൻ, ഐ ആം എന്നാ പറയുന്നത്. ഐ ആം, ഞാനാണ്. ഞാനായിരിക്കും എന്നല്ല, ഞാനായിരിക്കും എന്നല്ല പറയുന്നത്, പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. അതായത് അന്ത്യദിനത്തിൽ നൽകുന്ന പുനരുത്ഥാനം ഞാൻ ആകുന്നു. ഐ ആം, ഞാനാകുന്നു. ഇവള് കണ്ണു തള്ളിപ്പോയിട്ടുണ്ടാവില്ലേ? എന്റെ ദൈവമേ, ഞാൻ ഇക്കാലം അത്രയും അങ്ങയെ ഒരു രോഗശാന്തി നടത്തുന്ന ഒരാളായിട്ടാണ് കണ്ടിട്ടുള്ളൂ. എന്നാൽ അന്ത്യദിനത്തിൽ പുനരുത്ഥാനം ഉണ്ടാകുമെന്നറിയാം. പക്ഷെ ആ പുനരുത്ഥാനം ഞാനാകുന്നു, അങ്ങാകുന്നു പുനരുത്ഥാനം. അവളുടെ വിശ്വാസം ഉയർത്തി. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ മരിക്കുകയില്ല. ഇതെല്ലാം എന്തോ ഒരു വലിയ രഹസ്യമാണ്. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നവൻ മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവന് പാപം ചെയ്യാൻ പറ്റില്ല. അവൻ പാപം മൂലമുള്ള മരണം അവൻ ഉണ്ടാകില്ല. അവന്റെ ആത്മാവിൽ യേശു സംസ്ഥാപിതമായിരിക്കുന്നു.
ഇനി ആ ആത്മാവിനെ പാപം മൂലം മരിപ്പിക്കാൻ സാധിക്കില്ല. അതാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മാമോദീസായിലൂടെ ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടവർ ഭയഭക്തിയോടെ ദിവരഹസ്യങ്ങളിൽ പങ്കുചേരുവിൻ. ജീവന്റെ അടയാളത്താൽ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയിൽ യേശുക്രിസ്തുവിന്റെ സകല യോഗ്യതകളും മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു. ഇനി അവന് മരണമില്ല. മാർത്ത പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. അതിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ അവളുടെ ഒരു പശ്ചാത്താപം ഉണ്ടാകാം. എന്താ ഇവിടുത്തെ പശ്ചാത്താപം? എൻ്റെ അവിശ്വാസം. ഞാൻ ഇത്രയും നാളും അങ്ങയെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങൾ വീണ്ടും ഒരു കുമ്പസാരം നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് വിശ്വസിച്ചേക്കണേ യേശുവിനെ? എന്താണ് നമ്മൾക്ക് യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? ഈ യേശു എല്ലാവർക്കും രോഗശാന്തിയൊക്കെ നടത്തി തരുന്ന ഒരു പ്രസ്ഥാനമാണോ? അതാണോ വിശ്വാസം? അതോ അവനിൽ വിശ്വസിക്കുന്നവൻ മരിക്കുകയില്ല, ഇതാണോ വിശ്വാസം? വിശ്വസിക്കൂ, വിശ്വസിക്കൂ. മാർത്ത പറയാണ്, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ പറഞ്ഞു, എവിടെയാ അവൻ അടക്കിയിരിക്കുന്നത്? എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് നീങ്ങുകയാണ്. അവിടെ ചെന്നു ഈശോ പറഞ്ഞു, ഇപ്പോഴേക്കും ഈ സമൂഹം മുഴുവനും, ജനം മുഴുവനും തടിച്ചു വന്നിരിക്കുകയാണ്. ഈ മരിച്ച് 4-ാം ദിവസമായി. അപ്പം 3-ാം ദിവസം വരെ മരിച്ച ആളുടെ കവർ തുറന്ന് ലേപനം ചെയ്യും. 4-ാം ദിവസം ചെയ്യാൻ പാടില്ല. കാരണം 4-ാം ദിവസം ആകുമ്പോൾ ശരീരം ജീർണിക്കാൻ ആരംഭിക്കും. അതുകൊണ്ടാണ് ഈശോ 4-ാം ദിവസം വന്നത്. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് ഞാൻ 3-ാം ദിവസം ഉയർക്കും എപ്പോഴും പറയുന്നത്, യേശുവിന്റെ ശരീരം ജീർണിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് സങ്കീർത്തനം 16 പാടിയില്ലേ ഇന്നലെ? സങ്കീർത്തനം 16 പറയുന്നുണ്ടല്ലോ. സങ്കീർത്തനം 16 അവസാനം പറയുന്നത് എന്താ? അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. കണ്ടോ? സങ്കീർത്തനത്തിൽ യേശു 16-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഈശോ എപ്പോഴും പറയും, ഞാൻ 3-ാം ദിവസം എൻ്റെ ശരീരം ജീർണിക്കില്ല. എന്നാൽ ബാക്കിയുള്ള മനുഷ്യരെല്ലാവരും ജീർണിക്കും, മറ്റുള്ളവരെല്ലാവരും ജീർണിക്കും. അങ്ങനെ ജീർണിച്ച ശരീരത്തെ ഉയർപ്പിക്കുന്നവനാണ് യേശു. അതാണ് യേശുവിന്റെ സാമ്പിൾ പവർ. മാർത്തായോട് പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റും. അയ്യോ കർത്താവേ, ഇപ്പൊ ദുർഗന്ധം വമിക്കുന്നുണ്ടാവും, ഇപ്പൊ 4-ാം ദിവസമായി. ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, മാർത്ത, മാർത്ത, ഞാൻ പറഞ്ഞില്ലേ, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. ഒരു പാപിയെ ശിക്ഷിക്കുന്നതിലാണോ മഹത്വം? അതോ പാപിയെ രൂപാന്തരപ്പെടുത്തി അവനവന്റെ പാപം മൂലം ചീഞ്ഞ അവസ്ഥയിലാണെങ്കിലും അവനെ ദൈവതുല്യമാക്കുന്ന, മഹത്വമണിയിക്കുന്നതാകും ദൈവത്തിന്റെ പരിപാടി. ചീഞ്ഞ അവസ്ഥയിലുള്ള മനുഷ്യനെ മഹത്വമണിയിക്കാൻ പോവുകയാണ്. ആ ഉയർപ്പാകുന്ന യേശുവാണ് അവിടെ നിൽക്കുന്നത്. നീ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ഇവിടെ മാർത്ത, മറിയ എന്തെങ്കിലും ചെയ്താലാണോ ചീഞ്ഞ ശരീരം ഉയർക്കുക? എന്ത് ചെയ്യണം? ഒറ്റ, അതാണ് പറയുന്നത്, വിശ്വാസമാണ്. നമ്മൾ പ്രവൃത്തിയിൽ അധിഷ്ഠിതമായിരിക്കുകയാണ്. ഫരിസേയരും നിയമജ്ഞരും പ്രവൃത്തിയിൽ അധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നത്. അവർ പ്രവർത്തിക്കണം. അതാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർ. അവർ അധ്വാനിക്കുകയാണ്. എന്തിനധ്വാനിക്കണം? പാപം ചെയ്യാതിരിക്കാൻ അധ്വാനിക്കണം. കൽപ്പന പാലിക്കാൻ വേണ്ടി മനുഷ്യൻ അധ്വാനിക്കണം.